കോൺഗ്രസിൽ കടുത്ത അമർഷം. മുഖ്യമന്ത്രി അഹങ്കാരം ഉപേക്ഷിക്കണമെന്നും പാർട്ടിക്ക് വിധേയനാകണമെന്നും മഹിളാ കോൺഗ്രസിൽ വിമർശനം ഉയർന്നു. സുഹൃത്തുക്കളെ, മഹിളാ കോൺഗ്രസ് എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ അല്ലേ. മഹിളാ കോൺഗ്രസിൽ VD സതീശിനെതിരെ ഗംഭീരമായിട്ടുള്ള ആരോപണം. ഒന്നാമത്തെ ആരോപണം VD സതീശിന് അഹങ്കാരമാണ്. രണ്ടാമത്തെ ആരോപണം VD സതീശൻ പാർട്ടിക്ക് വിധേയനായിട്ട് പ്രവർത്തിക്കുന്നില്ല. രണ്ട് വിഷയങ്ങളാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് പറഞ്ഞത് VD സതീശന് അഹങ്കാരമാണ് എന്നാണ്. നമ്മളാരും കണ്ടിട്ടില്ല VD സതീശന് എത്രത്തോളം അഹങ്കാരമുണ്ട് എന്നൊന്നും. കാരണം അദ്ദേഹം ഒരിക്കലും ഒരു വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയനെ പോലെ മറ്റുള്ളവരോട് ചൂടാവുന്ന ആളല്ല. പക്ഷേ ഇടയ്ക്കൊക്കെ ആ വാതിലിൻ്റെ അടച്ചാൽ ഇനി ജോയിൻ ചോദിക്കണ്ട, കൈരളിയല്ലേ മതി ജോയിൻ ചോദിച്ചത് എന്നൊക്കെ പറയും. പക്ഷേ അതിനെ പിണറായി വിജയനെ പോലെ ചൂടാവലാണ് എന്ന രീതിയിൽ ആരും കണക്കാക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പൊതുവെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് ഒന്നും പറയാൻ കഴിയില്ല. എന്തായാലും എന്തുകൊണ്ടായിരിക്കും ഈ അഹങ്കാരം ഉപേക്ഷിച്ചിട്ട് പാർട്ടിക്ക് വിധേയമാകണം എന്നൊക്കെ ഈ മഹിളാ കോൺഗ്രസ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തായാലും പാർട്ടിക്ക് വിധേയനാകുന്നതിനേക്കാൾ അപ്പുറത്ത് പാർട്ടിക്കുള്ളിൽ നിന്ന് ശക്തമായിട്ടുള്ള പിന്തുണയൊന്നും തീർച്ചയായിട്ടും VD സതീശനില്ല. ജനങ്ങളെല്ലാവരും കൂടിയിട്ട് വലിയ പ്രശ്നമാക്കിയ സമയത്ത് അതിലുള്ള കോക്കസ് പണികളും അതിലുള്ള PR വർക്കുകളൊക്കെ റെഡിയാക്കിയതിന്റെ ഭാഗമായിട്ട് മാത്രം ഒരു പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറിയ ഒരാളാണ് VD സതീശൻ എന്നാണ് പൊതുവെ ഉള്ള ഒരു സംഭാഷണം. എന്തായാലും ആ സംഭാഷണം അവിടെ നിലനിൽക്കെ തന്നെ തീർച്ചയായിട്ടും ഇവിടെ പിന്നെ ആരായിരിക്കും മുഖ്യമന്ത്രി ആവുക? സംശയമൊന്നും വേണ്ട. അതിലുള്ള ഒരാള് ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ആ ഡൽഹിയിൽ ഉള്ള ആളെ ഒരു കാരണവശാലും ഇവിടേക്ക് അടുപ്പിക്കില്ല എന്നായിരുന്നു ജനങ്ങളൊക്കെ പറഞ്ഞത്. എന്തായാലും ഈ ഒരു 5 വർഷം കഴിയും വരെ സ്വൈര്യമായിട്ട് VD സതീശന് ഭരിക്കാമെന്നുള്ള കാര്യമൊന്നും ഉറപ്പ് ആരും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആരെങ്കിലൊക്കെ പുറത്തുനിന്ന് പിടിച്ചു തള്ളിയിടാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും മഹിളാ കോൺഗ്രസ് എന്തുകൊണ്ട് ഇത് പറയുന്നു? കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ അപമാനിച്ചെന്നും പരാതി. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ VD സതീശനെതിരെ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി. ഋജീഷ്, കടുത്ത അമർഷം മഹിളാ കോൺഗ്രസിന് ഇക്കാര്യത്തിലുണ്ട്. ജില്ലാ പ്രസിഡന്റ് ഗായത്രി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നിരുന്നു. ആ സമയത്ത് ചില ആവശ്യങ്ങൾ ഉന്നയിച്ച നിവേദനവുമായിട്ടാണ് ചെന്നത്. പക്ഷേ വേണ്ട രീതിയിൽ ആ നിവേദനത്തെ കാണുകയോ ജില്ലാ പ്രസിഡന്റ് കോൺഗ്രസ്സുകാരെങ്കിലും വന്നു കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല, നിവേദനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കാര്യമാത്ര പ്രസക്തമായിട്ട് നോക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പരാതി. നമുക്കറിയാം VD സതീശനെ കഴിഞ്ഞ മാസമാണ് അവസാനത്തോട് കൂടിയിട്ടാണ് കുറച്ച് ആളുകൾ പോയത്. അതിലത്തെ ഒരാള് ശശികല ടീച്ചറായിരുന്നു, KP ശശികലായിരുന്നു. പിന്നെ RV ബാബു എന്നിങ്ങനെയുള്ള കുറെ സംഘപരിവാർ സംഘടനയുടെ തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ ഭാരവാഹികൾ എല്ലാവരും കൂടിയിട്ട് VD സതീശനെ കാണാൻ പോയി. വളരെയധികം വാം വെൽക്കം ആയിരുന്നു അവർക്ക് കിട്ടിയതെന്നാണ് നമ്മുടെ RV ബാബു തന്നെ ഫേസ്ബുക്കിൽ എഴുതി വെച്ചിരുന്നത്. ഞങ്ങള് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താമെന്നും അതിനുള്ള എല്ലാ ശ്രമങ്ങളും എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നാണ് അത്ര VD സതീശൻ ഈ RSS നേതാക്കളോട് പറഞ്ഞത്. എന്തായാലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇവിടെയുള്ള KSU ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കുറച്ച് പിള്ളേര്, ആ പിള്ളേര് ഇന്ന ആളുകളാക്കണം, നിങ്ങൾ പഴയ SFIക്കാരെയും പഴയ RSSകാരെയും നിങ്ങളെ പേഴ്സണൽ സെക്രട്ടറിയും അല്ലെങ്കിൽ അത്തരം തസ്തികകളിലേക്ക് മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിശ്ചയിക്കാൻ കഴിയുന്ന തസ്തികകളിലേക്ക് ഇങ്ങനെ RSSകാരെയും SFIക്കാരെയും ചേർക്കല്ലേ എന്ന് ചോദിച്ചപ്പോ അതിപ്പോ KSUകാരാണോ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് KSന് ഇട്ടിട്ട് ഒരു കൊട്ടുകൊട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മഹിളാ കോൺഗ്രസിന് ഇട്ടിട്ടും ഒരു പണി കൊടുത്തിട്ടുണ്ട് VD സതീശൻ. ഒപ്പം തന്നെ KSനും ഒരു പണി കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും ആ പണി കിട്ടിയിട്ട് മാന്യന്മാരിക്ക് പോവുക മാത്രമല്ല അവർ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ നടക്കുന്നത് VD സതീശനെതിരെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് അത് ഐക്യകണ്ഠേന അതാണ് പാസ്സാക്കി എന്നുള്ളതാണ്. ചെയ്തില്ല, അപമാനിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പെരുമാറ്റം ഉണ്ടായത് എന്നുള്ളതാണ് മഹിളാ കോൺഗ്രസിന്റെ പരാതി. ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് കടുത്ത വിമർശനം VD സതീശനെതിരെ ഉയർന്നത്. ഈ പാർട്ടി പ്രവർത്തകരുള്ള മനോഭാവം മുഖ്യമന്ത്രി മാറ്റണം. അതിൽ കടുത്ത ഭാഷയിൽ പറയുന്നു മുഖ്യമന്ത്രിക്ക് അഹങ്കാരമുണ്ട്, അത് മാറ്റണം എന്ന കാര്യം തന്നെ ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന. ഈ കോൺഗ്രസ്സുകാരെ എങ്ങനെയൊക്കെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സങ്കടമുള്ള കാര്യമില്ല അല്ലേ? കാരണം VD സതീശന് അഹങ്കാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആരെ വിശ്വസിക്കുക? എന്ത് അഹങ്കാരമാണ് അദ്ദേഹം കാണിക്കാറുള്ളത്? എത്ര മാന്യമായിട്ടാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നത്? ചോദ്യം ചോദിക്കൂ എന്ന് അങ്ങോട്ട് അദ്ദേഹം ആവശ്യപ്പെടാറുള്ളത്. ഇനി അങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് അദ്ദേഹം ഉത്തരം തരും. ആ ഉത്തരം തെറ്റാണ് എന്നുള്ള കാര്യം വേറെ അല്ലേ? ഫാക്ട് ചെക്ക് എന്ന് പറയുന്ന പ്രത്യേക പരിപാടി തന്നെ റിപ്പോർട്ടർ ചാനലിൽ അരുൺ കുമാർ തുടങ്ങിയിട്ടുണ്ട്. അതെന്തിനാണ്?
വി.ഡി. സതീശൻ എപ്പോഴൊക്കെയാണ് പത്രസമ്മേളനം നടത്തുന്നത് അപ്പോഴൊക്കെ പറയുന്ന നുണകൾ ഏതൊക്കെ, നുണ എന്ന് പറയുന്നതൊക്കെ നല്ലത്, വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്രോഗ്രാം തന്നെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ തുടങ്ങിയിട്ടുണ്ട്. ആ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ അല്ലെങ്കിൽ പത്രമാധ്യമ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും നിലവിലുള്ള മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം വസ്തുതയ്ക്ക് നിരക്കുന്നതാണ് അല്ലെങ്കിൽ എത്രത്തോളം വസ്തുതാ വിരുദ്ധമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ചാനലിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അതും ഒരു കമ്മ്യൂണിസ്റ്റ് ചാനലൊന്നുമല്ല കേട്ടോ. പക്ഷേ കൃത്യമായിട്ടും അങ്ങനത്തെ ഒരു പ്രോഗ്രാം അവർ നടത്തുന്നു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. അതിനർത്ഥം എന്താണ്? അദ്ദേഹം അസാരം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതല്ലേ. കേക്ക് ചെയ്തു. പാർട്ടി പ്രവർത്തകരോട് ചില മനോഭാവം ആ രീതിയിൽ പെരുമാറുന്നത് ശരിയായ രീതിയിലല്ല. ജില്ലാ പ്രസിഡന്റ് ഒരു നിവേദനമായി വന്നപ്പോൾ ആ രീതിയിലല്ല പെരുമാറേണ്ടിയിരുന്നത്. ജില്ലാ പ്രസിഡന്റിനെ അവമാനിക്കുന്നത് ഒരിക്കലും അത് ഇങ്ങനെ പറയാൻ പാടില്ല മഹിളാ കോൺഗ്രസ്. കാരണം എ മുതൽ സെഡ് വരെയുള്ള പാർട്ടിക്കാരുണ്ട്. കോൺഗ്രസ് എ, കോൺഗ്രസ് ബി, കോൺഗ്രസ് സി, കോൺഗ്രസ് ഡി, കോൺഗ്രസ് ഇ, കോൺഗ്രസ് എഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ കെടുക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ തൻ്റെ മുമ്പിലേക്ക് വന്നത് എ ആണോ ഇസഡ് ആണോ എന്നറിയാത്തൊരവസ്ഥയിൽ ചിലപ്പോൾ പെരുമാറിയിട്ടുണ്ടായിരിക്കാം അല്ലേ. ഇദ്ദേഹത്തിന് അതേ ഗ്രൂപ്പിൽ പെടുന്ന ആളുകളോടല്ലേ മാന്യമായിട്ട് പെരുമാറേണ്ട ആവശ്യമുള്ളൂ എന്നൊരു പക്ഷേ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല. ഞാനാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ പെരുമാറുള്ളൂ. കാരണം കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു മുഖ്യമന്ത്രി പദമാണ്. വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ടി വന്നു അല്ലയോ. എന്തായാലും ബാക്കി കൂടി കേൾക്കാം. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ചില പെരുമാറ്റം ഉണ്ടായത്, അതിനെതിരെയാണ് ഐക്യകണ്ഠേന ഇപ്പോൾ മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഒരു പ്രമേയം പാസാക്കിയത്. ഒരു കടുത്ത നിലപാടിലേക്ക് മഹിളാ കോൺഗ്രസ് പോകുകയും ഈ മഹിളാ കോൺഗ്രസ് അങ്ങനെ കടുത്ത നിലപാടിലേക്ക് പോകുന്നുണ്ടോ ഇല്ലോ എന്നൊക്കെ ചർച്ച ചെയ്തതിന് മുമ്പായിട്ട് ഇപ്പോൾ വി.ഡി. സതീശൻ മേനോനെ ആ ഒരു സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ആ പാർട്ടി നിന്ന് തന്നെ ഉള്ള വടംവലികളായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ്. എന്തായാലും പറഞ്ഞ കാര്യങ്ങളെല്ലാം അല്ലേ, അഹങ്കാരമുണ്ട്, പാർട്ടിക്ക് വിധേയമാകണം. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ ആദ്യം KPCC പ്രസിഡന്റ് തീരുമാനിക്കപ്പെടണം, എന്നിട്ട് അതിൽ ചർച്ചയാവണം. ഇതൊന്നും നടക്കാത്തതുകൊണ്ട് നമുക്ക് ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ അഹങ്കാരം പിണറായി വിജയന് മാത്രമേ ഉള്ളൂ. അതെപ്പോഴും മാധ്യമപ്രവർത്തകർ ഓർത്തിരിക്കണം. ഒരു കാരണവശാലും വി.ഡി. സതീശൻ മേനോന് അഹങ്കാരമില്ല കേട്ടോ. പാർട്ടി കീഴടങ്ങാത്ത പ്രശ്നവും വി.ഡി. സതീശൻ മേനോനില്ല. ഇത് രണ്ടും പാർട്ടി കീഴടങ്ങാത്ത പ്രശ്നം പിണറായി വിജയനേ ഉള്ളൂ. അഹങ്കാരം, ധാർഷ്ട്യം അത് പിണറായി വിജയന് മാത്രമേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ് നിങ്ങൾ മാധ്യമങ്ങൾ എഴുതാൻ പാടുള്ളൂ. മറിച്ച് എഴുതി പോകരുത് പ്ലീസ്, എഴുതരുത്. ബൈ.